ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ചെട്ടിനാട് ചിക്കൻ കറിയാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 500 ഗ്രാം ചിക്കൻ, ഇത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ക്രഷ് ചെയ്തെടുത്തതാണ്. അര ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് രണ്ടും നമുക്ക് ചിക്കനിൽ പുരട്ടാനുള്ളതാണ്. മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, 2 തണ്ട് വേപ്പില, 3 പച്ചമുളകും, ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തതാണിത്. മസാലയ്ക്ക് വേണ്ടി 1 ടേബിൾ സ്പൂൺ ചെറുജീരകം, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഉണക്കമുളക് 5 എണ്ണം, ബേ ലീവ്സ് 1, മല്ലി 1 ടേബിൾ സ്പൂൺ, 5 ഏലക്കായ, 6 കരയാമ്പൂ, കറുകപ്പട്ട ഒരു വലിയ പീസ് എന്നിവയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കണം. എൻ്റെ ഒരു പൊടിയുള്ളത് കൊണ്ട് ഞാൻ അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കടുക്, 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് മിക്സോടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പൊടികളും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിൽ 1/4 ടീസ്പൂൺ മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ നമ്മൾ മസാലക്കൂട്ട് വറക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്കിനി മസാലക്കൂട്ടൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ആ പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ മസാലക്കൂട്ട് അതിലേക്കിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. കരിയാതെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ പൊടി കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ കൂടെ വറുത്തെടുക്കണം. അതിന് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങയിട്ട് നമുക്ക് കരിയാത്ത രീതിയിൽ വറുത്തെടുക്കാം. എന്നിട്ട് ഈ തേങ്ങയും നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച മസാലക്കൂട്ടും കൂടെ വേണം പൊടിച്ചെടുക്കാൻ. ചൂടാറിയതിന് ശേഷം രണ്ടും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ പീസുകൾ വറുത്തെടുക്കാം. ചിക്കൻ പീസുകൾ വറുത്തെടുക്കുമ്പോൾ 3/4 വേവ് മതി. അതിനുശേഷം നമുക്ക് ഇത് മസാലക്കൂട്ടിലിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ചെട്ടിനാട് ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് മുഴുവനായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ മാറി ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും. നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പച്ചമുളകും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള അധികം വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ ഈ കറിക്ക്.
സവാള വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് പൊടി ആഡ് ചെയ്യാം. അതായത് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച മസാലക്കൂട്ട് ചൂടാറിയതിന് ശേഷം മസാലക്കൂട്ടും വറുത്ത് വെച്ച തേങ്ങയും കൂടി അടിച്ചെടുത്തതാണിത്. ഇതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതായത് ഞാൻ അതിൽ കുരുമുളക് ചേർത്തിട്ടില്ല, പൊടിയാണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. തക്കാളി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസുകളും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം ഒരു 10 മിനിറ്റോളം ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അടിക്ക് പിടിക്കാത്ത രീതിയിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതാ നമ്മുടെ ചെട്ടിനാട് ചിക്കൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് വാച്ചിങ് ഓൾ.